നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 9-ാം തീയതി 1201 ആണ്ട് ധനുമാസം 25-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് നക്ഷത്രം ഉത്രൻ നക്ഷത്രമാണ്. ഉത്രൻ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അതുപോലെ വെള്ളിയാഴ്ചയാണ്. ആഴ്ച നോക്കുമ്പോഴും നമുക്ക് അനുകൂലപ്രദമായ ആഴ്ചയാണ്. അപ്പോൾ ശുഭനക്ഷത്രവും ശുഭ ദിനവുമാണ്. അപ്പോൾ ഏറ്റവും ഭാഗ്യദായകമായ ഒരു ദിവസത്തെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഭാഗ്യപ്രദമായ സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് കൊള്ളാം. അപ്പോൾ സന്തോഷപ്രദമായ അവസ്ഥകൾ എന്തും നമുക്കിന്ന് നടത്തിയെടുക്കാം. അത് ജോലിയിലായാലും ശരി, വീട്ടിലായാലും ശരി, മറ്റ് കാര്യങ്ങളിലായാലും ശരി, ഇന്നത്തെ ദിവസം നമുക്ക് അനുകൂലപ്രദമാണ്. അതുപോലെ ഉത്രൻ നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക്, ധനുമാസത്തിലെ ഉത്രൻ നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭാഗ്യദായകമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം, ശുക്രൻ ധനകാരകനാണ്, ധനത്തെ തരും. അതുപോലെ മംഗല്യകാരകത്വം വഹിച്ച ഗ്രഹമാണ്. കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രോബ്ലംസ് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് അത് പരിഹരിക്കപ്പെടാൻ പറ്റിയ സമയമാണ്. കുടുംബ കോടതികളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നവർക്ക് ഒരു പരിഹാരം ഉണ്ടാവും. അതേപോലെ തന്നെ മക്കളുടെ കല്യാണം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന പേരൻസിന് മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള വിവാഹം, അതിനനുസരിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാവുക. കല്യാണമൊക്കെ നടത്തി കൊടുക്കണമെങ്കിൽ പൈസ വേണം. അപ്പോൾ പൈസയൊക്കെ മറിഞ്ഞു വരിക. ഇതിനെല്ലാം കൊള്ളാവുന്ന ഒരു വർഷമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം, മറ്റ് കാര്യങ്ങൾക്കൊപ്പം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാവുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് വെള്ളിയാഴ്ച 10 തൊട്ട് 12 മണി വരെ എന്നാണ്. ഇപ്പോൾ രാവുകാലം തുടങ്ങുന്നത് 10:30-ക്കല്ല, 11:08 രാവുകാലം തുടങ്ങും. 12:32 വരെ രാവുകാല സമയമുണ്ട്. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും, ഒന്ന് ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 8:14 തൊട്ട് 9:40 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 3:23 തൊട്ട് 4:49 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 12:08 തൊട്ട് 12:58 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് എടുക്കാം. ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. വസ്ത്രധാരണത്തിൽ റെഡ് കളർ കൂടി വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.